അയ്യപ്പൻ വിളക്ക് എന്ന് പറഞ്ഞ ഒരു അനുഷ്ഠാന കലയാണ്. അപ്പോൾ അതിലാദ്യം തന്നെ ഈ ആചാര്യനെ വരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചടങ്ങ്. അപ്പോൾ ഏത് മഠപതിയാണ് വിളക്ക് നടത്താൻ ഉദ്ദേശിച്ച അദ്ദേഹത്തിനെ പോയി കണ്ട് വിളക്ക് നടത്താനുള്ള അഭ്യർത്ഥന നടത്തുക. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ വിളക്ക് കുടിക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അത് ഏത് വീട്ടിലാണ് വിളക്ക് കഴിക്കണ വെച്ചാൽ ആ വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചടങ്ങാണ്. ഒരു വിളക്ക് എത്തിച്ചു വെച്ച് ഒരു ഗണപതി പൂജ കഴിച്ച് അവിടെ അഗ്നിസാക്ഷിയായിട്ട് ഇന്ന ദിവസം ഭഗവാന് വിളക്ക് കഴിക്കാം എന്നുള്ളത് തീരുമാനിച്ചാൽ ചാർത്ത് കൊടുത്ത് അവരെ ബോധിപ്പിക്കുക. ഇന്ന സാധനങ്ങൾ വേണം, അതിൻ്റെ ചടങ്ങുകൾ ഇന്നതാണ് എന്നൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവിടുന്ന് അങ്ങോട്ട് വിളക്ക് നടക്കുന്നവരെ ശുദ്ധവൃത്തിയോട് കൂടിയിട്ട് പരിപാലിക്കാനും കൂടി പറയണം. സാധാരണ ഈ അയ്യപ്പൻ വിളക്ക് 3 വിഭാഗം 3 തരത്തിലാണ്. അതായത് മുഴുവൻ വിളക്ക്, അരവിളക്ക്, കാവിളക്ക് എന്നുള്ള സമ്പ്രദായത്തിലാണ് നടത്തുന്നത്. അപ്പോൾ അത് കോമരങ്ങളുടെ എണ്ണവും അമ്പലങ്ങളുടെ എണ്ണവും അതുകൂടാതെ കണ്ട് ചടങ്ങിന് വ്യത്യാസങ്ങളുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് അറിയാം ഇതെന്നാണ് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുക. അപ്പോൾ മുഴുവൻ വിളക്കിന് 5 അമ്പലം ആണ്. സാക്ഷാൽ ഭഗവാൻ അഷ്ടകോണ്ടൊരു അമ്പലം, അതിൻ്റെ വലത്തെ ഭാഗത്ത് വാപുരനെ പള്ളി, പിന്നെ ഇടത്തു ഭാഗത്തായിട്ട് മാളിയേക്കും, അതിൻ്റെ മുൻഭാഗത്ത് അതായത് ഈ കോണ് പിടിച്ചിട്ടാണ് അഷ്ടകോണിലുണ്ടായുള്ള അമ്പലത്തിൻ്റെ വിധിക്കുകൾ കണക്കാക്കിയിട്ടാണ് ഈ ക്ഷേത്രങ്ങൾ നിൽക്കുക. ദിക്കുകൾ നട വരും, അഷ്ടകോണിൻ്റെ നടകളാവും. പിന്നെ വിധിക്കുകളാണ് ഈ ഉപക്ഷേത്രങ്ങൾ വരിക, മണ്ഡപങ്ങൾ, ഉപമണ്ഡപങ്ങൾ. അതായത് വലത്തുഭാഗത്ത് അവരുടെ പള്ളി, ഇടത്തുഭാഗത്ത് വിധിക്കിലായിട്ട് മാളിക, മുൻഭാഗത്ത് ഭഗവാന്റെ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത്. അപ്പോൾ ശരിക്കും കോണ് പറയുകയാണെന്ന് വെച്ചാൽ അഗ്നിമൂലയിലെ കരിമലസ്വാമിയുടെ അമ്പലവും നിരുതി മൂലയിലെ വാപുരസ്വാമിയുടെ മണ്ഡപവും വായുമൂലയിലായിട്ട് മാളികാദേവിയുടെ ക്ഷേത്രവും പിന്നെ ഈശാന കോണിൽ കൊച്ചുകെടുത്ത സ്വാമിയുടെ മണ്ഡപമാണ് വരിക. അങ്ങനെ 5 ക്ഷേത്രങ്ങൾ. പിന്നെ ഗണപതിക്ക് കന്നിമൂലയ്ക്കിലെ ഗണപതിക്ക് ഒരു ചെറുതായിട്ട് ഒരു മണ്ഡപവും ഒരുക്കും. അങ്ങനെ ക്ഷേത്രങ്ങൾ കൂട്ടിയിട്ടാണ് മുഴുവൻ വിളക്ക്. പിന്നെ അരവിളക്കിന് ദേവിക്കും വാപുരനും മാത്രം 2 ക്ഷേത്രം, സാക്ഷാൽ അമ്പലവും. അങ്ങനെ 3 അമ്പലം കൂട്ടിയിട്ടാണ് അരവിളക്ക് കഴിക്കുക. കാവിളക്കിന് സാക്ഷാൽ അമ്പലം മാത്രമേ ഉണ്ടാവൂ, ബാക്കിയൊക്കെ പീഠസങ്കല്പത്തിൽ വെച്ചിട്ട് അങ്ങനെ നടയിട്ട് പണിയും. അങ്ങനെയാണ് ഈ വിളക്കുകൾ. കോമരങ്ങൾക്കും അതേപോലെ മുഴുവൻ വിളക്കിന് 5 കോമരം, അരവിളക്കിന് 4 കോമരം, കാവിളക്കിന് 3 കോമരം. അങ്ങനെയാണ് ഇപ്പോഴത്തെ സമ്പ്രദായത്തിൽ ചെയ്തു വരുന്നത്. അപ്പോൾ അയ്യപ്പൻ്റെ കോമരം ശരിക്ക് മുഴുവൻ വിളക്കിനെ പാലക്കൊമ്പിനുണ്ടാവൂ എന്നാണ് സങ്കല്പം. മറ്റുള്ള കരിമല കൊച്ചുകെടുത്ത മാളിക, ഇതാണ് മറ്റുള്ള 3 കോമരങ്ങൾ. അത് അരവിളക്കിനൊക്കെ ആ സങ്കല്പത്തിലാണ് ചെയ്യുക. പിന്നെ ഈ മണ്ഡലകാലത്തിനോടനുബന്ധിച്ചാണ് ധാരാളം അയ്യപ്പൻ വിളക്കുകൾ നടക്കുക. അതിൽ ദേശവിളക്കായിട്ടും വീട്ടുവിളക്കായിട്ടും ഒക്കെ നടത്തും. അപ്പോൾ ദേശക്കാരാകുമ്പോൾ അനവധി ആൾക്കാരുടെ നിന്ന് സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് അങ്ങനെ കൂട്ടായ്മയോടുകൂടി നടത്തുന്നതാണ്. വീട്ടുവിളക്ക് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടർ മാത്രമായിട്ട് നടത്തുന്നതാണ്. അവരുടെ
കുടുംബസൗഖ്യത്തിന് വേണ്ടിയിട്ട് നടത്തുന്നതാണ് വീട്ടുവിളക്ക്. ഇതാണ് അയ്യപ്പൻ വിളക്കിൻ്റെ ആദ്യത്തെ ചടങ്ങ്, അതായത് പ്രാരംഭം തന്നെ പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ വിളക്ക് ദിവസം അതിൻ്റെ പന്തലിൻ്റെ കണക്കും കാര്യം വീര്യമൊക്കെ പറഞ്ഞു കൊടുക്കണം ഈ മഠപതി. അത് കഴിഞ്ഞാൽ വിളക്കിൻ്റെ തലേ ദിവസം ഈ വാഴപ്പോളകളെ കൊണ്ട് മണ്ഡപം തീർക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ പോകണം. ഒരു അയ്യപ്പൻ വിളക്ക് എന്ന് പറഞ്ഞാൽ ഒരു 2 രാത്രി 1 പകലുമാണ് നമ്മൾ അതിന് ചെലവ് ചെയ്യേണ്ട സമയം. അപ്പോൾ തലേ ദിവസം രാത്രിയാണ് അമ്പലം പണി തുടങ്ങുന്നത്. അപ്പോൾ പൂർണ്ണ സമയത്ത് നമ്മൾ ഈ തിരുവാഭരണം, അയ്യപ്പ വിഗ്രഹം, മാളികട വിഗ്രഹം, ഗണപതിര വിഗ്രഹം ഇങ്ങനെയുള്ളതായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവും. അത് കൊണ്ടുപോകുന്ന സമയത്ത് ഈ എവിടെയാണോ വിളക്ക് എഴുന്നേച്ച ആ വീടിൻ്റെ മുൻഭാഗത്ത് ചെന്ന് പടി കിടക്കുന്നതിന് മുമ്പായിട്ട് ശംഖ് വിളിക്കും. ആ ശംഖുനാദം കേട്ട് കഴിഞ്ഞാൽ അവിടുന്ന് അഷ്ടമംഗല്യം, വിളക്ക്, വെള്ളം, ജലപാത്രം ഉണ്ട് താലെടുത്തിട്ടുള്ള കുട്ടിയോടും കൂടി വന്ന് ഈ മഠപതിയും വിളക്ക് സംഘക്കാരെയും ഭഗവാനെയും ഈ തിരുവായുധങ്ങളും ആ വീട്ടിൽ 4-ാം മേടം എന്ന് പറയാം, ആ 4-ാം മേടത്ത് വെച്ച് പീഠത്തിൽ വയ്ക്കും. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരെ പിന്നെ അമ്പലം പണിയാണ്. അമ്പലം പണിക്ക് ഇറങ്ങുകയും മുഴുവൻ വിളക്ക് അധികം പ്രാധാന്യത്തിൽ ആരും അങ്ങനെ കഴിക്കാറില്ല, വീടുകളിൽ പ്രത്യേകിച്ചും കഴിക്കാറില്ല. അരവിളക്കാണ് സർവ്വസാധാരണമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനും ലേശം ഇത്തിരി ബഡ്ജറ്റൊക്കെ കുറഞ്ഞ രീതിയിൽ കഴിക്കാനാണ് ഈ കാവളക്ക് ഒരു വഴിപാട് കഴിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ. അപ്പോൾ ഈ വിളക്കുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ കോമരങ്ങളുടെയും അമ്പലങ്ങളുടെയും വ്യത്യാസത്തിലാണ് ഈ വിളക്ക് മനസ്സിലാക്കുക. പണ്ട് കാലത്തൊക്കെ കാവളക്കിന് 2 വെളിച്ചപ്പാടും, അരവിളക്കിന് 3 വെളിച്ചപ്പാടും, മുഴുവൻ വിളക്കിന് 5 വെളിച്ചപ്പാടും, അതായത് കൊച്ചുകെടുത്ത, വാവര്, മാളിക, അയ്യപ്പൻ, കരിമല, അങ്ങനെ 5 കോമരങ്ങളും. പിന്നെ അരവിളക്കിന് കൊച്ചുകെടുത്ത, കരിമല, മാളിക, 3 കോമരങ്ങളും. പിന്നെ കൊച്ചുകെടുത്തിയും കരിമലയും കൊച്ചുകെടുത്തിയും എന്താ പറയുക മാളികയും ആയിട്ട് 2 കോമരങ്ങളും ആണ് കാവളക്ക്. അങ്ങനെയൊക്കെയാണ് പണ്ട് പതിവ്. അതൊക്കെ ഇപ്പം മാറി. ഇപ്പം കോമരങ്ങൾക്ക് ഈ പാലക്കൊമ്പിന് പ്രാധാന്യം കൂടിയപ്പോൾ അതിൻ്റെ ഒരു നിറവിന് വേണ്ടിയിട്ട് ആചാരങ്ങളെയൊക്കെ ഒന്ന് ലേശം മാറ്റി നിർത്തി കോമരങ്ങളുടെ എണ്ണൊക്കെ കൂട്ടി അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അരവിളക്കിനും 4 വെളിച്ചപ്പാടുമാർ വേണം. പിന്നെ കമ്മിറ്റിക്കാരനെ ഇങ്ങോട്ട് പറയും 4 വെളിച്ചപ്പാടായിക്കോട്ടെ. അപ്പോൾ അവരുടെ ആ സമ്പ്രദായം പോലെ നമ്മളും ചില കാര്യങ്ങളിൽ നീക്കുപോക്ക് വരുത്തി ചെയ്യുക, അത്രമാത്രം. അപ്പോൾ 4 വെളിച്ചപ്പാടുണ്ടാവും അരവിളക്കിനിപ്പോൾ. അത് വെളിച്ചപ്പാടിൻ്റെ സങ്കല്പം ഇങ്ങനെയാണ്: മാളിക, കൊച്ചുകെടുത്ത, കരിമല, അയ്യപ്പൻ, അങ്ങനെ 4 വെളിച്ചപ്പാട്. മഠപതിയും സംഘവും ചേർന്ന് അമ്പലം ഒരുക്കും. അപ്പോൾ അതിനാദ്യം നറുക്ക് വെട്ടുക കൊണ്ട് ചടങ്ങുണ്ട്. അതിന് വെള്ളരി, വെറ്റില, പാക്കൊക്കെ വെച്ച് അതിലൊരു ദക്ഷിണയൊക്കെ വെച്ച് ആദ്യം ഒരു ഈ കുരുത്തോല എടുത്ത് വെട്ടി അതതിൽ സമർപ്പിക്കുക, ഗണപതിക്ക് വയ്ക്കുക എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞാൽ പിന്നെ കാലുകളൊക്കെ പൊളിച്ചായി കഴിഞ്ഞാൽ കാല് നാട്ടൽ, അത് ഒരു വാസ്തുപൂജ എന്ന് പറയാം. ഒരു ചെറിയ തരത്തിൽ ഒരു പൂജ നടത്തി അവിടെ ആ കാല് നാട്ടും. അതായത് വലത്തെ കാല്, നടയുടെ വലത്തുഭാഗത്തെ കാലാണ് നാട്ടുക. അത് കഴിഞ്ഞാൽ എല്ലാ കാലുകളും നാട്ടി അമ്പലം പണി തുടങ്ങി. പിന്നെ അത് അവരവരുടെ
ആ വിളക്ക് സെറ്റിൻ്റെ ഓരോ ആളുകളുടെയും കലകൾ എന്തൊക്കെ അവർക്ക് അതിൽ ചെയ്യാൻ പറ്റിച്ച അതൊക്കെ അതിൽ ചെയ്യാം. പിറ്റേ ദിവസം, അതായത് ഈ വിളക്ക് ദിവസം രാവിലെ ആദ്യം തന്നെ എവിടെയാണ് വിളക്ക് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടെ ഭഗവാനെ ആദ്യം കുടിയിരുത്തി കഴിഞ്ഞ് പാലക്കൊമ്പിന് പോകുന്ന സമയത്താണ് സാധാരണ ഈ കെട്ടിയിട്ടുള്ള മണ്ഡപങ്ങളിലേക്ക് ആനയിക്കുക. ചില ഈ ദേശവിളക്കുകൾക്ക് അവരാദ്യം തന്നെ ഈ പറവെപ്പ് ഒക്കെ ഉള്ളതായുള്ള ദേശവിളക്കുകൾക്ക് അവരാദ്യം തന്നെ പറയും കുടിയിരുത്ത് പൂജയും പന്തലിൽ വെച്ചിട്ട് മതി. അപ്പോൾ ഈ തലേ ദിവസം കൊണ്ട് ഒരുക്കി വെച്ചിട്ടുള്ള വിഗ്രഹങ്ങൾ അങ്ങനെ തന്നെ അവിടുന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നേരെ പീഠത്തിൽ വെച്ച് ആവാഹിച്ച് പൂജ വയ്ക്കും. അങ്ങനെയുള്ള സമ്പ്രദായമുണ്ട് ചില ദേശവിളക്കുകൾക്ക്. ഇന്നിപ്പോൾ ഈ വിളക്കിന് ആ സമ്പ്രദായത്തിലാണ് ചെയ്തെടുക്കുന്നത്.
പിന്നെ അതുപോലെ ഇത് ആഴ്ച കഴിഞ്ഞ് പിന്നെ അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് പാലക്കൊമ്പ് മുറിക്കാൻ പോകുക കഴിഞ്ഞ അന്നദാനം ആണ്. ഈ ഉച്ചപ്പാട്ട് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്. ആ എഴുന്നള്ളിച്ച് വെച്ച ഉച്ചയ്ക്കൊരു പാട്ടുണ്ട്. ആ പാട്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അന്നദാനത്തിനുള്ള ഇതായി. അന്നദാനം കഴിഞ്ഞാൽ നമ്മുടെ ഈ വള്ളുവനാടൻ സമ്പ്രദായ പ്രകാരം 3 മണിക്കാണ് പാലക്കൊമ്പിന് പോവുക. അത് നമ്മുടെ ഈ നാടൻ ഭാഷയിൽ മഞ്ഞപ്പൈറ്റടി എന്നാണ് പറയുക ആ സമയത്തിന്. അപ്പോൾ അത് പറയുക ശരിക്കും ശാസ്ത്രീയമായിട്ട് പറയുക എന്താ വെച്ചാൽ മഞ്ഞപ്പൈറ്റടിക്ക് പാലക്കൊമ്പ് കൊണ്ടുവന്ന് പാലക്കൊമ്പ് വെട്ടി അത് പാട്ടുരാശിക്ക് മുമ്പ് കയറണം. പാട്ടുരാശി എന്ന് പറഞ്ഞാൽ വിളക്ക് വയ്ക്കുന്നതിന് മുമ്പ് എന്നർത്ഥം. അപ്പോൾ ദീപാരാധനയ്ക്ക് പന്തലിൽ എത്തണം എന്നാണ്. പിന്നെ പന്തലിൽ നിന്ന് ശംഖ് വിളിച്ചാൽ കേൾക്കുന്ന സ്ഥലത്തു നിന്നേ പാലക്കൊമ്പ് കൊട്ടാവും എന്നൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ആ സമ്പ്രദായമൊക്കെ മാറി. 1, 2, 3 കിലോമീറ്റർ അകലെ എന്നൊക്കെയാണ് പാലക്കൊമ്പ് കൊണ്ടുവരിക. പാലക്കൊമ്പ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഐതിഹ്യം തന്നെ. അതിൻ്റെ ആ ഒരു ഇത് പറയുകയെന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞു വെച്ചാൽ പണ്ട് കാലത്ത് ഈ പത്രിക അടിച്ച് ക്ഷണിക്കലോ
അയ്യപ്പൻ വിളക്കിന് ക്ഷണം പതിവില്ല, കേട്ടറിഞ്ഞു വരിക ഭഗവാന്റെ വിളക്കിന്. അങ്ങനെയാണ്. അപ്പോൾ അത് ഈ പാലക്കൊമ്പ് വെട്ടി വരുന്നതോടുകൂടി അതൊരു നാടിന് ശ്രുതി, ഇന്ന ഭാഗത്ത് അയ്യപ്പൻ വിളക്ക് നടക്കുന്നുണ്ട് എന്നുള്ള മറ്റുള്ളവരെ അറിയിപ്പിക്കുന്ന പോലെയും കൂടി അതിൻ്റെ ഒരു സ്ഥാനം കൂടിയുണ്ട്. പിന്നെ ഒന്നുകൂടി ശാസ്ത്രീയമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ സാങ്കല്പികമായിട്ടാണ് ക്ഷേത്രം വാഴപ്പോള കൊണ്ടുണ്ടാക്കുന്നത്. അതായത് ചലനപ്രതിഷ്ഠയാണല്ലോ, നിത്യമായിട്ടുള്ള ഒരു പ്രതിഷ്ഠയല്ല, ഒരു താൽക്കാലികമായ സാന്നിധ്യമാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് വാഴപ്പോള കൊണ്ട് ആണ് ഈ അമ്പലം ഉണ്ടാവുക. എന്താ വെച്ചാൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അത് നശിച്ചു പോകാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ വാഴപ്പോള കൊണ്ട് അമ്പലം കയറ്റുന്നത്. ആ വാഴപ്പോള കൊണ്ട് കയറ്റുന്നതായിട്ടുള്ള സാങ്കല്പികമായ ക്ഷേത്രത്തിൽ ഒരു വൃക്ഷം, വടക്ക് ഭാഗത്ത് ഒരു പാല, അതും ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ഒരു ഇതാണല്ലോ, ഒരു പാലുള്ള വൃക്ഷം, ആ ഒരു ഇതും കൂടിയാണ്. അപ്പോൾ ഭദ്രകാളി സങ്കല്പത്തിലാണ് പാലക്കൊമ്പ് എഴുന്നള്ളിക്കുന്നത്. അപ്പോൾ ഈ പാലക്കൊമ്പ് കൊണ്ടിരുന്ന സമയത്ത് ഈ പാല എന്ന് പറഞ്ഞാൽ ഭൂതപ്രേത പിശാചുകളും ഗന്ധർവന്മാരും ഒക്കെ വസിക്കുന്നതായിട്ടുള്ള ഒരു സങ്കല്പമുണ്ട് ഈ പാലയ്ക്ക്. അപ്പോൾ ഈ കൊട്ടും പാട്ടും ഒക്കെ കേൾക്കുന്ന സമയത്ത് അവരും കൂടെ പോരും എന്നുള്ളൊരു സങ്കല്പം പറയുന്നു. അതിൻ്റെ പേരിലാണ് ഈ പാലക്കൊമ്പ് കൊടന്നു കഴിഞ്ഞാൽ രാവിലെ രാത്രി തന്നെ പൂജയൊക്കെ കഴിച്ചു വയ്ക്കും. 16 കളം പത്മട്ടിട്ടാണ് ഈ മണ്ഡലകാലത്തൊക്കെ ചെയ്യുക. ചെറുതായിട്ട് ഒരു തർപ്പണം നടത്തും ഈ ഭൂതഗണങ്ങളെ തൃപ്തിപ്പെടുത്താൻ. ദേവിയുടെ സാന്നിധ്യത്തിൽ അവർക്കും കൂടി തൃപ്തി വരുത്തി അവരെ പറഞ്ഞയക്കുക എന്നുള്ളതിൽ ഈ പാലക്കൊമ്പ് കുറച്ച് 3 കൂടിയിട്ടുള്ള വഴിയിൽ കൊണ്ട് ഇടണം എന്നാണ് സങ്കല്പം. അങ്ങനെയാണ് ചെയ്തു വരുന്നത്. ഗുരുതി തർപ്പണം കഴിഞ്ഞാൽ പാലക്കൊമ്പ് ഉദ്വസിക്കുക എന്ന് പറയില്ലേ, അത്.
അപ്പോൾ ഈ ക്ഷേത്ര സങ്കല്പം തന്നെ പറയുകയാണെങ്കിൽ അതിൻ്റെ താത്വിക വശം പറയുകയെന്ന് വെച്ചാൽ ഒരു പന്തലിട്ടു. പന്തൽ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമായിട്ട് സങ്കല്പിക്കാം. ആ പ്രപഞ്ചത്തിൽ വരുന്നതായിട്ടുള്ള ശരീരികളാണ്. അതായത് ഓരോ ജീവനും ഓരോ ഉപാധി സ്വീകരിച്ചിട്ടാണല്ലോ ഈ പ്രപഞ്ചത്തിലെത്തുക. അപ്പോൾ ഈ ജീവൻ പ്രപഞ്ചത്തിൽ വിലസണമെങ്കിൽ ഉപാധി വേണം. ആ ഉപാധിയായിട്ട് കണക്കാക്കാം ഈ ക്ഷേത്രം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരമാണല്ലോ നിയമപ്രകാരം തന്നെ. ആ ക്ഷേത്രത്തിൽ അധിവസിക്കുന്ന മൂർത്തി അതിൻ്റെ ജീവചൈതന്യം. അപ്പോൾ കൂട്ടി പറയുകയാണെന്ന് വെച്ചാൽ ആ പന്തലിൻ്റെ ഉള്ളിൽ കാണുന്നതായിട്ടുള്ള ശരീരമാകുന്ന ക്ഷേത്രത്തിൽ വിഗ്രഹമാകുന്ന ആ ജീവചൈതന്യം അവിടെ പ്രതിഷ്ഠിക്കുന്നു. ആ പ്രതിഷ്ഠിക്കുമ്പോൾ ആ സംസാര ലോകമാണ്, ആ സംസാരമാണ് അവിടെ നടക്കുന്നത്. ഏത് നമ്മുടെ ഒരു മനുഷ്യ ആയുസ്സിനെ കണക്കാക്കുക വെച്ചാൽ ആ ഒരു മനുഷ്യൻ ജനിച്ച് അയാളുടെ ആയുസ് പൂർത്തിയാകുന്നവരെ ചെയ്യുന്നതായിട്ടുള്ള ഒരു സമ്പ്രദായം അതിൽ താത്വികതയിൽ മനസ്സിലാക്കാം. എന്താണെന്ന് വെച്ചാൽ മായയാണ് ബാക്കിയുള്ളത് മുഴുക്കെ. ഈ മായയിൽ പെടുമ്പോഴാണ് നമ്മൾ, അപ്പോൾ ആ മായാപ്രപഞ്ചമാണ് ഈ പന്തലിൻ്റെ പുറത്ത് കാണുന്നതായിട്ടുള്ള നമ്മൾ കളിക്കുന്നു, കൊട്ടുന്നു, വാദ്യം, ഗീതം, നൃത്തം ഇതൊക്കെ ചെയ്ത് ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ആ മായാലീലകളാണ് അവിടെ നടക്കുന്നത്. ഈ മായാലീലകളൊക്കെ നടക്കുമ്പോഴും എന്താ, ശരീരം ശോഷിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരം ഒരിക്കലും നിലനിൽക്കുന്നതല്ല. ഓരോ ദിവസം കഴിയും തോറും ശരീരം ശോഷിച്ച് വരും. അതേപോലെ ഇവിടെ ഈ 12 24 മണിക്കൂർ ഈ ക്ഷേത്രം നിലനിൽക്കുമ്പോൾ ആ ക്ഷേത്രം പിറ്റേ ദിവസം ഇത് ഉദ്വാസനത്തിൻ്റെ ആ ഭാഗത്ത് എത്തുമ്പോഴേക്കും ഒക്കെ ചുക്കിച്ചുളിഞ്ഞ് ഒക്കെ ഒരു പരുവാകും. അതാണ് നമ്മുടെ ദേഹത്തിന് സംഭവിക്കുന്നത്. എന്നാലോ അതിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള വിഗ്രഹത്തിന് യാതൊരു പ്രശ്നവുമില്ല. അത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഉദ്വാസനം കഴിഞ്ഞാൽ ആ വിഗ്രഹം എടുക്കും, ആ ശരീരം ഉപേക്ഷിച്ചു. ഈ ജീവസിനെ എന്ത് ചെയ്യും, അടുത്ത ഒരു അമ്പലം കയറ്റിയിട്ട് പുതിയതായിട്ട് അതിൻ്റെ ഉള്ളിലും ഈ ജീവനെ കൊണ്ടുവയ്ക്കും. അപ്പോൾ ആ ജീവൻ്റെ ഗതി തന്നെയാണ് ഇതൊന്ന് മനസ്സിലാക്കേണ്ട താത്വികത. എന്താ വെച്ചാൽ ഓരോ ശരീരങ്ങളും ഉപേക്ഷിച്ച് ജീവൻ വേറെ വേറെ ശരീരങ്ങളെ പ്രാപിക്കണു എന്നുള്ള ആ പ്രാരബ്ധം, ജീവൻ്റെ പ്രാരബ്ധമാണ് ഇതിൽ പറയുന്നത്. അതിൻ്റെ താത്വിക വശം അതാണ്. അപ്പോൾ അങ്ങനെ ഭഗവാനെ കുടിയിരുത്തി ഈ താന്ത്രികപരമായിട്ട് ഒരു പൂജ കഴിക്കുന്ന സമയത്ത് അത് വാദ്യം, ഗീതം, നൃത്തം, പിന്നെ എല്ലാവിധ അലങ്കാരങ്ങൾ ഒക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ പ്രത്യക്ഷത്തിൽ ഉടുക്ക് വാദ്യം, ഉടുക്ക് ചെണ്ട, ഇത് രണ്ടും വാദ്യമാണ്. ഗീതമുണ്ട്, പാട്ട് പാടുന്നുണ്ട്, നൃത്തമുണ്ട്, കോമരങ്ങളുടെ നൃത്തമുണ്ട്. അപ്പോൾ ശരിക്ക് ഒരു ക്ഷേത്രത്തിലെ ഒരു വിളക്കാചാരം ഉത്സവത്തിന് നടക്കുന്നത് എങ്ങനെയോ അപ്രകാരമാണ് ഈ വിളക്കിൻ്റെ സാന്നിധ്യം. അതായത് ഒരു ഗൃഹത്തിൽ കുടിവെച്ചിട്ടുള്ളതായിട്ടുള്ള ദേവനെ അവർ ഒരുക്കിയിട്ടുള്ളതായിട്ടുള്ള പന്തലിലേക്ക്, മണ്ഡപങ്ങളിലേക്ക് കുടിയിരുത്തിയിട്ട് വിളക്ക് കാണിക്കുക. അയ്യപ്പന് വിളക്ക് കാണിക്കുകയാണ് നമ്മൾ. അയ്യപ്പൻ വിളക്ക് എന്ന് പറഞ്ഞാൽ ഭഗവാൻ അവിടെ ഇരുന്ന് നമ്മുടെ ആ പ്രവൃത്തികളൊക്കെ കണ്ട് സന്തോഷിച്ച്
സ്വസ്ഥാനത്തേക്ക് എന്നെ ഉദ്വാസനം ചെയ്യുന്നതായുള്ള കർമ്മമാണ്. ശബരിമലയിൽ നിന്നാണ് വിളിച്ചു വരുത്തുന്നത് ഭഗവാന്റെ ആസ്ഥാനം. അവിടുന്ന് വിളിച്ചു വരുത്തി ദേവനെ അവിടേക്ക് എന്നെ ഉദ്വസിക്കുക, അതാണ് വിളക്കിൻ്റെ. അപ്പോൾ നമ്മളൊരു വിരുന്നുകാരനായിട്ട് ഭഗവാനെ കൊണ്ടുവരിക. അപ്പോൾ ഒരു വിരുന്നുകാരൻ വീട്ടിലേക്ക് വന്നാൽ ആദ്യം തന്നെ അർഘ്യം പാദ്യം എന്ന് പറഞ്ഞിട്ടുള്ള കാല് കഴുകാനുള്ള വെള്ളം കൊടുക്കുക, അത് കഴിഞ്ഞാൽ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കുക, അത് കഴിഞ്ഞാൽ ആസനം കൊടുക്കുക, അങ്ങനെയുള്ളതായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്ത് പിന്നെ എന്തൊക്കെയാണ് നമുക്ക് പറ്റുക വെച്ചാൽ വിശിഷ്ട അതിഥിയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റുക വെച്ചാൽ അതൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചു വിടുക. അതന്നെ അതേ പ്രവൃത്തി. അപ്പോൾ വാദ്യം, നൃത്തം, ഗീതം ഇതൊക്കെ ചെയ്ത് ഭഗവാനെ സന്തോഷിപ്പിച്ച് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങുക. അത്ര മാത്രമാണ് അയ്യപ്പൻ വിളക്കിൻ്റെ ശരിക്കുള്ള ശാസ്ത്രീയത. പാലക്കൊമ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പന്തലിൽ പൂജ നടക്കും. ആ സമയത്ത് തായമ്പക നടക്കും. അപ്പോൾ പാലക്കൊമ്പിന് നൃത്തം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ശ്രമമാണ്. ആ പുണ്യാഹശുദ്ധി കഴിഞ്ഞിട്ട് പിന്നെ പൂജയ്ക്ക് കൊടുക്കും. ഗണപതിക്ക്, പിന്നെ ശാസ്താവിന് നേദ്യം ഒരുക്കി വെച്ച് പിന്നെ മറ്റുള്ള ഭൂതഗണങ്ങൾക്കോ എല്ലാവർക്കും കരിമല, കൊച്ചുകെടുത്ത, വാവര്, മാളിക അങ്ങനെയുള്ള ഉപദേവന്മാർക്കൊക്കെ പൂജ കഴിഞ്ഞ് അവസാനം ശാസ്താവിൻ്റെ പൂജ മുഴുമിച്ച് കർപ്പൂര ദീപം ആരാധിച്ചിട്ടാണ് പൂജ അവസാനിപ്പിക്കുക. അപ്പോൾ ഈ പൂജ അവസാനിക്കുന്നതോട് കൂടിയിട്ട് തായമ്പയും കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് ഭഗവാന്റെ അവതാര കഥ അയ്യപ്പൻ പാട്ട് ഉടുക്കടിച്ചിട്ട് പാടുകയാണ് അടുത്ത പരിപാടി. അപ്പം അത് ശരിക്ക് ശൂർപ്പക കവി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, അതാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളത്. പാലാഴി മഥനം പാട്ടായിട്ടും പാടാറുണ്ട്. അതിപ്പോൾ അങ്ങനെ ഇല്ല. ഇപ്പോൾ ശൂർപ്പകൻ ഭസ്മാസുരന് വരം കൊടുത്ത കഥയാണ് പാടുക. അങ്ങനെ ഭസ്മാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണു മോഹിനി വേഷം കെട്ടി ആ വധം കഴിഞ്ഞ് ആ വിവരം ഭഗവാനോട് ബോധിപ്പിച്ച്, അപ്പോൾ ഭഗവാൻ ഒന്ന് ആ മോഹിനി വേഷം കാണാനുള്ള ആഗ്രഹം ജനിക്കുകയും ആ മോഹിനി വേഷം കാണുമ്പോൾ അതിൽ ആകൃഷ്ടനായിട്ടുള്ള ഭഗവാൻ അതിൽ രമിച്ച് അതിൽ നിന്നും സാക്ഷാൽ അത് കഥയിൽ തന്നെ പറയും, മഹിഷിമർദ്ദന ജനനത്തിനാൽ ഹരിയും ഹരനും ഒത്തുരമിച്ചു. ഹരിയും ഹരനും ഒത്തൊരുമിച്ച് ശങ്ക വിട്ടു ഉണർന്നൊരു സമയം. അപ്പോൾ ആ ഉണരുന്ന സമയം ഹരനാരുടെ തിരുബീജം ഹരിതനുടെ ഉദരത്തിൽ, ഹരിക്കപ്പോൾ ഉദരത്തിൽ ഗർഭമായി ഭവിച്ചല്ലോ. ഇതാണ് ആ പാട്ടിൻ്റെ വരി തന്നെ. അങ്ങനെ സാക്ഷാൽ ശ്രീഹരി, മോഹിനിയായിരിക്കുന്ന ശ്രീഹരി ഭഗവാന്റെ ബീജം വഹിക്കണം. അതിലുണ്ടാവുന്ന പുത്രനാണ് ഹരിക്കും ഹരനും കൂടി ചേർന്നിട്ടുള്ള ഹരിഹരപുത്രൻ. മഹിഷിമർദ്ദനാണ് അതിൻ്റെ ഉദ്ദേശം. Have been
കമലത്തിലെ നോവുണ്ട് അയ്യനിക്ക് മുകളിൽ അവരവും അതരണം അകമലത്തിൽ നോവുണ്ട് എനിക്ക് മുകളിൽ അവരവും അരേ അയ്യപ്പൻ്റെ കഥ പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിച്ച് ആ ജനനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാൽക്കിൻ്റെ എഴുന്നള്ളിപ്പ് ചടങ്ങുണ്ട്. 7.5 നാഴിക പുലര പറയില്ലേ, യാമത്തിൻ്റെ ആദ്യയാമത്തിൻ്റെ 7 നാഴിക ആവുന്ന സമയത്താണ് ഈ പാൽക്കിണ്ടി എഴുന്നള്ളിക്കുക എന്ന് പറഞ്ഞുള്ള സമയം.
അപ്പോൾ ആ സമയത്ത് വാൽക്കണ്ണാടി തിരുതാട ഒക്കെ വെച്ച് ദേവീ സങ്കല്പത്തിലാണ് പാൽക്കുണ്ടി എഴുന്നള്ളിക്കുക. അത് ഒരു 3 കൂടിയ വഴിയിൽ നിന്ന് എഴുന്നള്ളിച്ചുകൊണ്ട് അതുവരെയുള്ള കഥകളെ അവിടെ പ്രകീർത്തിച്ച് ഭഗവാനി പരിവാരങ്ങളെയും ദേവീനെയും അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. ദേവീ സങ്കല്പത്തിലാണ് അത് എഴുന്നള്ളിച്ചു കൊണ്ടുവരിക. പാലത്തെ 18-ാം നാഴിക എന്നൊക്കെ പറയും. ആ സമയത്താണ് പാൽക്കുണ്ടി എഴുന്നള്ളിക്കുക. പാൽക്കുണ്ടി എഴുന്നള്ളിച്ചു വെച്ച അതിന് നൃത്തം കഴിഞ്ഞാൽ പുലിപ്പാട്ട് പുറത്തു ചടങ്ങാണ്. ഈ പുലിപ്പാട്ട് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് വെച്ചാൽ ഈ ശനിദോഷ പരിഹാരാർത്ഥമായിട്ടും പിന്നെ ഈ പാട്ട് പാടുന്ന ആൾക്കാർക്ക് അവരുടെ കഴിവിനനുസരിച്ച് പാരിതോഷികങ്ങൾ നൽകാനുള്ളതായിട്ടുള്ള ഒരു സന്ദർഭം കൂടിയാണത്. അപ്പോൾ പുലിപ്പാട്ട് പാടുന്ന സമയത്ത് ഈ പുലിപ്പാട്ടെന്ന് പറഞ്ഞാൽ പുലിപ്പിച്ച് പാടുക എന്നും കൂടി പറയാം. അവരുടെ മനോധർമ്മമാണത്. ഓരോരുത്തർ വരുമ്പോൾ അവരെടുത്ത് പാടുക. അപ്പോൾ അത് ആകൃഷ്ടമായിട്ട് പാടുന്ന സമയത്ത് ആൾക്കാർക്കും ഉള്ളിൽ ചില വാശികളൊക്കെ തോന്നിയിട്ട് അനവധി സമ്മാനങ്ങളൊക്കെ കൊടുത്തു തരും. അങ്ങനെയൊക്കെ പതിവുകളുണ്ട്. ശിവനു 50 രൂപ പിന്നിട്ടു കണ്ടു മുത്തശിവന്ന 50 രൂപ പിന്നിട്ടു മാളികപ്പുറം 20 രൂപ സമ്മാനം തന്നു. നീലിമല അകയറും ക്ഷീണം തട്ടാതെ കാക്കണമയ്യ. എല്ലാവർക്കും ഇതുപോലെ അതോ കയ്യപ്പം ചെറിയ ചെറിയ കുട്ടികളെ കൊണ്ട് വലിയ വലിയ നോട്ട് പൊലിക്കുക. ചെറിയ ചെറിയ കുട്ടികളെ കൊണ്ട് വലിയ വലിയ നോട്ട് പൊലിക്കുക. ചെറിയ ചെറിയ കുട്ടികളെ കൊണ്ട് വലിയ വലിയ മുത്തശ്ശിമാരെ നിങ്ങൾ പൊലിച്ചാൽ കാലൻ വരുമ്പോ വീട് മാറി കയറുമോ? മുത്തശ്ശിമാരെ നിങ്ങൾ പൊലിച്ചാൽ കാലൻ വരുമ്പോ കാണാണ്ട പോട്ടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാവരുടെ ജനനാണ് പാട്. വാവർ കഥ. അപ്പോൾ വാവരുണ്ടായത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനാണ് എന്നുള്ളതൊക്കെ അവതാര കഥ അതൊന്നും പാടാൻ ഇപ്പോൾ ഈ പാലക്കൊമ്പിൻ്റെ കൂടുതൽ സമയം പാലക്കൊമ്പിന് വിനിയോഗിക്കുക കാരണം കൊണ്ട് അതൊന്നും പാടാനുള്ള സമയം അധികം കിട്ടില്ല. എങ്കിലും പറ്റാവുന്നത്ര ചുരുക്കി പാടി കഴിക്കും. അത് കഴിഞ്ഞാൽ തിരുവുഴിച്ചിലാണ്. തിരുവുഴിച്ചിലിന് ദേവീ സങ്കല്പത്തിലാണ്. ഭൂതഗണങ്ങളെ തൃപ്തിപ്പെടുത്തുകയാണ്. അപ്പോൾ അഗ്നി കൊണ്ട് ഭൂതഗണങ്ങൾക്ക് 4 പുറവും തിരുവുഴിയ എന്നുള്ളൊരു ചടങ്ങുണ്ട്.
അത് കഴിഞ്ഞാൽ തിരുവുച്ചിന് കഴിഞ്ഞാൽ പിന്നെ അയ്യപ്പനും ബാവനും വിട്ടും തുടങ്ങും. ഒറ്റത്തടവിലെ അവസാനം ഭഗവാനും വാപുരനും കൂടി ആ ശിവബീജാംശങ്ങൾ തമ്മിൽ ഒന്നിച്ച് ചേരുന്നതായിട്ടുള്ള രംഗമാണ്. അവർ സൗഹൃദപരമായി ചേർന്ന് എന്നെ കാണാൻ വരുന്നവരൊക്കെ എന്നെ കണ്ടിട്ട് എന്നെ കാണാൻ വരൂ എന്നുള്ള ആ സൗഹൃദം ഊട്ടി ഉറപ്പിച്ച് മലയ്ക്ക് പുറപ്പെടുക, അതായത് സ്വസ്ഥാനത്തേക്ക് ഉദ്ദേശിക്കുക എന്നുള്ള സങ്കല്പമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേരബലി എന്ന് പറയും. ഭഗവാന്റെ അവദാനങ്ങളെ ഭഗവാനെ ശബരിമലയ്ക്ക് കൊണ്ടാക്കുക എന്നാണ് സങ്കല്പം. അപ്പോൾ ഒരു കെട്ടെടുത്ത് പോകുന്ന ഒരാളെ എങ്ങനെയാണോ ശബരിമലയ്ക്ക് പോകുന്നത് ആ തരത്തിലാണ് അതിനെ വർണ്ണിച്ച് സാക്ഷാൽ ഭഗവാന്റെ ആ സന്നിധാനത്തിൽ എത്തിച്ച് 18-ാം പടിക്ക് കരിക്കടിക്കട്ടെ എന്ന് ചോദിച്ച് ആ 18-ാം പടിയിൽ കരിക്കടിക്കും. അതോടുകൂടി വിളക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കഴിയും. പിന്നെ ഉദ്വാസനാണ്. മൂർത്തികളെ മുഴുക്ക ഉദ്വസിച്ചതിന് ശേഷം അയ്യപ്പനും പരിവാരങ്ങളെ അതിൽ മാളികയെ മാത്രം നിലനിർത്തിയിട്ടാണ് ഗുരുതർപ്പണം നടത്തുക. അപ്പോൾ ആ ഗുരുതർപ്പണം നടത്തി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അയ്യപ്പന്മാർക്ക് എന്ന് പറയാം. അതിൽ ഈ കെട്ടുകളൊക്കെ അപ്പോൾ ഈ ഗുരുതി തർപ്പണത്തിൽ ലേശം സമയം വരും. കെട്ട് നടത്തിയിട്ടുള്ള സാധനന്മാരുണ്ടെങ്കിൽ അവർ പോയിട്ട് ഗുരുതി തർപ്പണം ചെയ്യാറുണ്ട്. ആ കെട്ട് അവിടെ ഇരിക്കുമ്പോൾ അത് ചെയ്യാറില്ല, പതിവില്ല. അപ്പോൾ അവർ കെട്ടെടുത്ത് ഇറങ്ങിയതിന് ശേഷം അപ്പോൾ ചിലപ്പോൾ ഗുരുതി തർപ്പണം തിരുത്തി താമസം വരും. അത് കാരണം അതിൻ്റെ മുമ്പേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിയും. അങ്ങനെയാണ് ഈ അയ്യപ്പൻ വിളക്കിൻ്റെ ചടങ്ങുകൾ. അയ്യപ്പരുടെ അലയം പൂക്കുവരാതിരിപ്പാൻ മണ്ഡലം നൊയമ്പു നോറ്റ് കെട്ടുകളും കെട്ടിക്കൊണ്ടൊരു വേലിയിൽ പെട്ട കൊണ്ടു വേട്ടയാടി ഓട്ടപ്പടിയ
അരവിനൊരു കളകെട്ടി അഴകിനോടഴുത കഴുതയെ കുളിച്ച് കല്ലുമെടുത്തു കല്ലൊരു ചുമട്ടുമേന്തി കല്ലിടാങ്ങുന്നു കേറി കല്ലിട്ടു വലം തിരിഞ്ഞ് കരുമലമുകളിൽ പുക്ക് കിണറും കുളവും കണ്ടു മലരും വറയും തൂകി വലിയാനവട്ടവും ചെറിയാനവട്ടവും കടന്നു പമ്പയിൽ തീർത്ഥമാടി വലിയോർ ദാനവും ചെയ്തു സഹസ്രഭോജനവും പമ്പയിൽ വിളക്കും പൃഥുതർപ്പണാദികളും ചെയ്ത ശേഷം നീലാരവിന്ദശതപ്രഭവുണ്ടോരു നീലിമല ചവിട്ടി കയറി ചിക്കുഴിയും കാണ്ടി അരിവറ ഉണ്ട തൂകി ശബരി പീഠത്തിങ്കല ദിവസിച്ച് ശരം കുത്തി വലം തിരിഞ്ഞു ഇല്ലും ശരവും കുത്തി അയ്യറുടെ പൊന്നും 18 പടി ചവിട്ടി കയറി ഹരിഹരസുതനെ വന്ദനം ചെയ്ത ശേഷം ഭസ്മച്ചിറയിൽ തീർത്ഥമാടി കുമ്പളനം തോടുപൂക്ക് ഉരൽക്കുഴി തീർത്ഥമാടി വലിയോരുദാനവും ചെയ്തു സഹസ്ര ഭോജനവും ബ്രാഹ്മണ ദക്ഷിണയും ചെയ്ത ശേഷം പൊന്നമ്പലമേടകത്ത് ശ്രീ പൊന്നുസിംഹാസനത്തിലിരുന്ന് വെള്ളി സിംഹാസനത്തിൽ തൃക്കാലൂന്നിക്കൊണ്ട് ഇരുപുറവും പൊന്നാലവട്ടവും വീഴ്ച പൊന്നമ്മാനക്കായ കൊണ്ടമ്മാനാട്ടമാടി കളിച്ചിരിക്കും സേവിപ്പവർക്കാനന്ദമൂർത്തി അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകൻ കാശിരാമേശ്വരം പാണ്ഡിമലയാളം അടക്കം വാഴും നമ്മുടെ ശ്രീ ധർമ്മശാസ്താവായ ഓ